ഇന്നലത്തെ എപ്പിസോഡ് ഫുള്ള് ലാലേട്ടൻ എല്ലാത്തിനും എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ആര്യനായിരുന്നു എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്ന ജയിലിൽ നിന്ന് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നു. അപ്പോഴത്തന്നെ എല്ലാവരും കൂടെ വന്നിട്ട് മഴയത്തൊക്കെ ചാടുന്നു. അപ്പം തന്നെ മനസ്സിലാക്കാം വെള്ളമൊന്നും കുളിക്കാനൊന്നും കിട്ടുന്നില്ലയോ എന്നുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നതിന് ശേഷം മെയിനായിട്ട് ഫസ്റ്റ് ആര്യനെയാണ് പൊക്കിയത്. ആര്യനെ പൊക്കിയതിന് ശേഷം എന്താണ് നീ അടുക്കളയെ കാണിച്ചതെന്ന് ചോദിച്ചാൽ ആ ഒരു കത്തി എടുത്ത് അടുക്കളയുടെ അവിടെയൊക്കെ നിന്നിട്ട് കത്തി എടുത്തിട്ടാണ് പുള്ളി തൻ്റെ താടിയൊക്കെ നിന്ന് ട്രിം ചെയ്തത്. അത് വെച്ചിട്ട് പിന്നെ അവിടെ കിച്ചണിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണോ നിൻ്റെ വീട്ടിൽ പഠിപ്പിച്ച് തരുന്നത് എന്നുള്ള കാര്യം ആര്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ലാലേട്ടൻ ഹൗസിനകത്ത് കയറി ക്ലീനിങ് ഒക്കെ ആണോ എന്നൊക്കെ നോക്കിയ സമയത്ത് അവിടെ ഒരുവിധം എല്ലാ ബെഡും ക്ലീനൊക്കെ ആയിരുന്നു. പക്ഷേ ആര്യൻ്റെ ബെഡൊന്നും മടക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ആര്യൻ്റെ അടുത്ത് ഇതൊന്നും വീട്ടിൽ നിന്നൊന്നും ബെഡ് മടക്കത്തില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആര്യൻ ഇല്ലല്ല ചെയ്യും, പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെതിരെ ഭയങ്കരമായിട്ട് രീതി ഫയർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെയിനായിട്ട് നടന്ന അക്ബറിനെതിരെയാണ്. അക്ബറിൻ്റെ അടുത്ത് ചോദിച്ച് എന്ത് വാക്കുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നിനക്കറിയാമോ? എല്ലായിടത്തും തെറി വിളിക്കുകയോ, ഇത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണുന്നതാണ്, അതിൻ്റെ ഒരു മാന്യതയെങ്കിലും നീ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അക്ബറിനെ എടുത്തിട്ട് കുടയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അക്ബറിൻ്റെ ഉമ്മയെടുത്ത് സംസാരിക്കാൻ ഒരു അവസരം അക്ബറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്ബർ ഇടയ്ക്ക് കൺഫെഷൻ റൂമിൽ ചെല്ലുന്നു. അവിടെ ഇരുന്ന് ഉമ്മയെടുത്ത് സംസാരിക്കുന്നു. ഉമ്മ ഭയങ്കരമായിട്ട് മോനെ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നീ വീട്ടിലുള്ള കണക്കൊന്നും അല്ലല്ലോ പെരുമാറുന്നത്, ഇങ്ങനെ പെരുമാറിയ ഞാനാണ് നിന്നെ ഇങ്ങനെ വളർത്തി മോശമാക്കിയേക്കുന്നതൊക്കെ ആൾക്കാർ പറയത്തില്ലയോ, ദേഷ്യപ്പെടാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അക്ബറും ഇത് കേട്ടിട്ട് അമ്മ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറും അതിനകത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി വെളിയിൽ വന്നിട്ട് നോർമലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ എടുത്തിട്ടതാണ് അഭിലാഷും ഒനിയിലിൻ്റെയും രണ്ടുപേരും എന്താണ് ഇത് കണക്ക് പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അവരെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പബ്ലിക് നമ്മുടെ ജനങ്ങളുടെയൊക്കെ ഒപ്പീനിയൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒപ്പീനിയൻ പറയുന്നത്, പബ്ലിക് ഒപ്പീനിയൻ പറയുന്നത് ഈ ഒനിയിലും അതുപോലെ തന്നെ അഭിലാഷ് എന്ത് വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്, പേരൻസ് അങ്ങനെയൊക്കെ കുട്ടികളെല്ലാം കാണുന്നതല്ലേ, ഇങ്ങനെയൊക്കെയാണോ വേർഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഒനിയിലിനും അതുപോലെ തന്നെ അഭിലാഷിനും മനസ്സിലായിട്ടുണ്ട്. അത് എടുത്തിട്ട് അവരെ കുടഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. അത് കഴിഞ്ഞിട്ട് റെനയെ വിളിച്ച് എണീപ്പിച്ചിട്ട് ചോദിച്ചു ഇങ്ങനത്തെ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് റെനയുടെ കാര്യം അതിനിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് രീതിയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് റെനയുടെ കാര്യം സംസാരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടാസ്കിൻ്റെ കാര്യമാണ്. അതിൽ അഭിലാഷ് നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കുളമാക്കിയത് ആര്യനാണ്, എന്താണ് ഇങ്ങനെ കുളമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെതിരെ പിന്നെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് മൊത്തം ആര്യനെതിരെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആര്യം കരഞ്ഞില്ലെങ്കിൽ പുള്ളിക്കാരനെല്ലാം കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. തൻ്റെ അടവൊന്നും ഇവിടെ ഫലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. എന്തായാലും ലാലേട്ടൻ മെയിനായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ എൻ്റെ അറിവിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്.